ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വിശേഷം എന്താണ്? സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നല്ലൊരു സോയാബീൻ്റെ മസാലയാട്ടോ ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ സോയാബീൻ നമുക്ക് നല്ല അടിപൊളിയിൽ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മസാല കേട്ടോ. നമ്മൾ ഇത് കണ്ടാൽ സോയാബീനാന്ന് തോന്നൂല, ഒരു ബീഫെല്ലാം വരട്ടിയ പോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ സോയാബീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ടും വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ, എന്നാലാണ് ഇതിൽ നന്നായി കഴുകിയെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ സോയാബീൻ ഇട്ടിട്ട് നല്ലോണം വെന്ത് വരട്ടെ. ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നല്ലോണം ഫുഗി വരും കേട്ടോ. നല്ലോണം ഒന്ന് കുറച്ചും കൂടി വലുതായി വരും. അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായി വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ തന്നെ ലൈക്കും കൂടി തരണേ. ലൈക്കും കൂടി തന്നാലാണ് കുറച്ചധികം ആളിലേക്ക് നമ്മളെ വീഡിയോസ് യൂട്യൂബിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഒരു ചെറിയൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എല്ലാ സോയാബീനും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണേ. തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ സോയാബീൻ അതിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ തണുത്ത വെള്ളത്തിൽ നമ്മൾ സോയാബീൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നല്ലോണം നമുക്ക് ഊറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം സോയാബീൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കണേ. അപ്പോൾ ഇതാ ഞാനിവിടെ ചട്ടിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണേ. ഗരം മസാല വലിയ ജീരകം, അതുപോലെ തന്നെ ഏലക്കായ, ഗ്രാമ്പു, പട്ട, അതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അതൊന്ന് പൊട്ടി വരട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നന്നായി ഫ്രൈ ആയി വരട്ടെ. നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ 2 ഉള്ളി എടുത്തിട്ട് ഞാൻ ചെറുതാക്കി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയാലാട്ടോ പെട്ടെന്ന് ഉള്ളി ഒന്ന് വാടി കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ ചട്ടീൻ്റെ ഗ്യാസൊക്കെ ഞാനൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരത്തിന് സോയാബീൻ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നന്നായി 2 കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണേ. എന്നാലാണ് എന്താ പറയുക, സോയാബീനിലുള്ള എല്ലാ ഒരു സത്തും എല്ലാം ആ വെള്ളത്തിൽ പോവുള്ളൂ. പിന്നെ സോയാബീൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെള്ളം നമ്മൾ പിഴിയാണ്ട് വെക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. എന്താ വെച്ചാൽ അതിൻ്റെ മണമൊക്കെ ആയിട്ട് ടേസ്റ്റ് ഇഷ്ടക്കേടുണ്ടാവും. പക്ഷെ ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ അത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇനി മസാല ഇട്ട് കൊടുക്കുന്നത് മുളകും പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയായിട്ട്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി സോയാബീൻ ഇട്ടിട്ട് നോക്കാം നമുക്ക് ഇനി എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇനി സോയാബീനും കൂടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോയാബീനും നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. വെള്ളത്തിൻ്റെ കൂടെ നല്ലോണം മിക്സ് ആവട്ടെ. എന്നിട്ട് വെള്ളം കുറവുണ്ട് വെച്ചില്ല നമുക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് സോയാബീൻ ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ അപ്പോൾ ഒരു ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോയാബീൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം ഒന്ന് ഞാൻ പൊടിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയ ജീരകം കുറച്ച് എടുത്തിട്ട് നല്ലോണം പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. അത് കഴിഞ്ഞിട്ട് ഇനി കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് മൂടിയെല്ലാം വെച്ചിട്ട് നല്ലോണം ചെറിയ ഗ്യാസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. നല്ലോണം വെന്ത് വന്നിട്ട് അതിൽ വെള്ളം ഉണ്ടിച്ച് ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് അതിനെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഡ്രൈ ആക്കിയിട്ട് കുറച്ച് ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ടൊമാറ്റോ സോസാട്ടോ. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലാത്ത കാരണം ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ച് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ സോയാബീനിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ സോയാബീനിലേക്ക് പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഇത് ഒഴിക്കണ്ട കേട്ടോ. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് നമ്മൾ മൂടി വെക്കാണ്ട് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് ഇനി നമ്മൾ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുക കേട്ടോ സോയാബീനെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ചപ്പാത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലോണം ഡ്രൈ ആക്കി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് അയക്കാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇനി നമ്മൾ നല്ലൊരു വീഡിയോസ് ഇട്ട് തിരിച്ചു വരുന്നവരായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.